मिलाई वाले एकदम और दाम का बात कर ले तो कांदा नान के दे दे അവിടെ രണ്ട് പേർ എന്ത് പറ്റിയാര് എന്ത് പറ്റി എന്ത് പറ്റി കത്ത 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 അയ്യേ ഓടുന്നു. ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. വീഡിയോ എടുക്കാൻ വിളിക്കുമ്പോഴത്തേക്ക് ചേട്ടന് എപ്പോഴും ഉള്ളത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിക്കാന്നുള്ളത്. അതൊന്നും കാര്യമാക്കേണ്ട. നമ്മൾ നേരെ എങ്ങോട്ടാണെന്നല്ലേ, നമുക്ക് ഇന്ന് കാർത്തികയാണ്. കാർത്തികയ്ക്ക് വിളക്കൊക്കെ മേടിക്കാനായിട്ടുള്ള മാർക്കറ്റിൽ പോവുകയാണ്. തലേദിവസം അമ്മ നാട്ടിൽ നിന്ന് വിളിച്ച് ഓർമ്മപ്പെടുത്തിയായിരുന്നു തൃക്കാർത്തികയാണെന്നുള്ള കാര്യമൊക്കെ. അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ ഞാനും ചേട്ടനും കൂടെ ചട്ടിവിളക്കൊക്കെ മേടിക്കാൻ പോവാണ്, വൈകുന്നേരം കത്തിക്കാനായിട്ട്. ദീപാവലിക്ക് മേടിച്ച ചട്ടികളൊക്കെ അത്യാവശ്യം നമ്മൾ പൊട്ടിച്ച് തീർത്തിട്ടുണ്ടായിരുന്നു. എങ്കിലും വിശേഷ ദിവസങ്ങളിലൊക്കെ നമുക്ക് പുതിയ ചട്ടിയിൽ തന്നെയാണല്ലോ കത്തിക്കേണ്ടതൊക്കെ. അങ്ങനെ ഞങ്ങൾ ഒരു 10-30 എങ്കിലും ചട്ടി മേടിച്ചിട്ടുണ്ടാവും. പിന്നെ ഞങ്ങൾ നേരെ പോയത് പൂജയ്ക്കുള്ള സാധനങ്ങൾ മേടിക്കാനാണ്. ചേട്ടന് ഓഫീസിലേക്ക് മാലയൊക്കെ മേടിക്കണമായിരുന്നു. അതൊക്കെ മേടിക്കാനായിട്ട് ഞങ്ങൾ താണ്ടെ വന്നിരിക്കുന്നു. എന്നെ കൊണ്ട് കടയിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് ആവശ്യമില്ലാത്തതൊക്കെ ഞാൻ അവിടെ നിന്ന് മേടിക്കുമെന്ന് ചേട്ടനറിയാം. പിന്നെ നമുക്ക് കടയിൽ നോക്കി തന്നെ പല പല ടൈപ്പ് മണമുള്ള അഗർബത്തി വെച്ചിട്ടുണ്ടായിരുന്നു. തേങ്ങ, പൂജയ്ക്കുള്ള തേങ്ങകളും പിന്നെ താഴെ മൺകുടങ്ങളൊക്കെ കമത്തി വെച്ചിട്ടുണ്ടായിരുന്നു, ചെറിയ ചെറിയ മൺകുടങ്ങൾ. അതിലോട്ടൊക്കെ കണ്ണ് പോയിട്ടുണ്ടെങ്കിലും ചേട്ടൻ കൂടെ കൂടെ ഓർമ്മിപ്പിക്കുന്നുണ്ടായിരുന്നു നമുക്ക് ആവശ്യം മാലയാണെന്നുള്ളത്. മാലയും ചട്ടിവിളക്കും ഒക്കെയാണ്. അപ്പൊ അതിലോട്ട് മാത്രം കണ്ണു പോയാൽ മതി, അത് മാത്രം നമുക്ക് മേടിച്ചാൽ മതി എന്ന് ചേട്ടൻ കൂടെ കൂടെ ഓർമ്മിപ്പിക്കുന്നുണ്ടായിരുന്നു. തണുപ്പായതുകൊണ്ട് രാവിലെ ഞാൻ കുളിക്കാനൊന്നും പോയില്ല. കുളിക്കാത്ത എന്നെ കൊണ്ടാണ് ഈ പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ പോണത് ചേട്ടൻ രാവിലെ കുളിച്ചത് കൊണ്ട് ഞാൻ ഒന്നിനകത്തും തൊടാൻ പോയില്ല. ചേട്ടൻ തന്നെ എല്ലാം മേടിക്കട്ടെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് അവിടെ ഒരു മൂലയ്ക്ക് നിപ്പുണ്ട്. പൂജാ സാധനങ്ങൾക്ക് തന്നെ അഗർബത്തിയുടെ ഒക്കെ ഒരു പ്രത്യേക ഒരു മണം തന്നെ ആ കടയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ചേട്ടൻ ഇവിടെ ചെറിയൊരു വിളക്കൊക്കെ മേടിക്കാനായിട്ടുള്ള പ്ലാനാണ്. മാല മാത്രമേ മേടിക്കുന്നുള്ളതെന്നാണ് പറഞ്ഞത്. പക്ഷേ വീട് എത്തിയപ്പോഴത്തേക്കാണ് വിളക്ക് മേടിക്കണം എന്നുള്ള കാര്യം ഓർമ്മ വന്നത്. പിന്നെ ചെറിയൊരു വിളക്കൊക്കെ മേടിച്ചിട്ടുണ്ട് ഓഫീസിലേക്ക്. അത്യാവശ്യമുള്ള പൂജാ സാധനങ്ങളൊക്കെ എല്ലാം നമുക്ക് ഈ കടയിൽ നിന്ന് തന്നെ കിട്ടും. നമുക്ക് ഒരു 5-6 കടയിൽ കയറി ഇറങ്ങി നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ചേട്ടൻ ഇവിടെ മാല സെലക്ട് ചെയ്യുന്ന നേരത്തിന് ഞാൻ അപ്പുറത്തെ കടയിൽ നിന്ന് പോയിട്ട് ഒരു ചെയിന മേടിച്ചിട്ടുണ്ടായിരുന്നു. കപ്പ കിട്ടുമോ എന്നാണ് അവിടെയൊക്കെ കിടന്ന് ഞാൻ പരതിയിട്ട് വന്നത്. പക്ഷേ നമുക്ക് കപ്പ കിട്ടിയില്ലായിരുന്നു. പോയിട്ട് പിന്നെ കിട്ടിയത് ചേനയാണ്. അത് ഉള്ളതെങ്കിൽ ഉള്ളത് ചേനയാവട്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരെ ചേട്ടൻ്റെ അടുത്തോട്ട് വന്നിട്ടുണ്ട്. അത് മേടിച്ചിട്ട് മഞ്ഞയും ചുവപ്പും വയലറ്റും എല്ലാം പല പല ടൈപ്പ് മാലകൾ പല സൈസിൽ അവിടെ തൂക്കി കെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ചേട്ടൻ എന്താണ്ട് ഈ ഒരു മാലയാണ് ഗണപതിക്ക് ഇടാനായിട്ട് മേടിച്ചത്. ചെറിയൊരു മാല മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഈ മുത്ത് ചേർത്ത് ഉണ്ടാക്കിയ ഈ മാലയാണ് ചേട്ടൻ മേടിച്ചത്. അപ്പൊ നമ്മുടെ ചട്ടിവിളക്കും മറ്റ് അല്ലാത്ത വിളക്കും മാലയൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ നേരെ പോകുന്നത് ഇതൊക്കെ നമ്മൾ വണ്ടിയിൽ കൊണ്ട് വെച്ചിട്ട് നമ്മൾ നേരെ പോകുന്നത് സബ്ജി മേടിക്കാനാണ്. സബ്ജി എന്ന് പറയുമ്പോൾ വൈകിട്ടത്തെ പുഴുക്കിനുള്ള സബ്ജികളാണ്. അപ്പൊ അതിന് നമ്മൾ നേരെ സബ്ജി മാർക്കറ്റിലോട്ട് വന്നത്. ഇവിടെ നമുക്ക് ഹോപ്പില്ലായിരുന്നു കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. എന്തായാലും നമ്മുടെ കയ്യിൽ കിട്ടിയതെന്ന് പറയുന്നത് അവിടെ ഇവിടെയൊക്കെ വായി നോക്കിയിട്ട് നമുക്ക് കിട്ടിയത് കപ്പക്കിഴങ്ങാണ്. എൻ്റെ കണ്ണ് പല സബ്ജികളുടെ പുറത്തും പോകുന്നുണ്ട്. തക്കാളിയും അതിൻ്റെയൊക്കെ ഓരോന്നൊക്കെ വില ചോദിക്കുന്നുണ്ട് ഞാൻ കൂടെ. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് ഉള്ളിയുടെ ഇല വെച്ചിട്ടുണ്ടായിരുന്നു. ഉള്ളി ഭാജി ഇപ്പോഴൊക്കെ നല്ല വിലക്കുറവുണ്ട് മേടിക്കാനായിട്ട്. പിന്നെ മേത്തി. തണുപ്പ് സമയം ആകുമ്പോഴത്തേക്ക് നമുക്ക് കുറെ പച്ചക്കറികളൊക്കെ, അതായത് പച്ച ഇലകളൊക്കെ നമുക്ക് മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടും. അതായത് പിന്നെ ഉലുവയുടെ ഇലയും പിന്നെ ചുമന്ന ചീരയില, പച്ച ചീരയില എല്ലാം നമുക്ക് കിട്ടും. അങ്ങനെ ഫൈനലി നമ്മൾ കപ്പക്കിഴങ്ങ് തപ്പിയെടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാം നല്ല വലിയ വലിയ സൈസിലുള്ള കപ്പക്കിഴങ്ങായിരുന്നു. ഒടുക്കത്തെ വിലയായിരുന്നു എല്ലാത്തിനും. പിന്നെ നമ്മളെ കാര്യം നടക്കണമല്ലോ, നമ്മൾ പിന്നെ വിലയൊന്നും നോക്കിയില്ല. അപ്പുറത്തെ സൈഡിൽ നെല്ലിക്കയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നെല്ലിക്കൊന്നും നമ്മൾ മേടിച്ചില്ല. നമുക്ക് കപ്പക്കിഴങ്ങ് മതിയായിരുന്നു. തേടി എന്തായാലും കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ മേടിച്ചു. മാർക്കറ്റിൽ തന്നെ പല പല ടൈപ്പ് സബ്ജികൾ ഇരിക്കുന്ന കണ്ടപ്പോൾ തന്നെ എല്ലാം നല്ല ഫ്രഷ് സബ്ജികളാണ്. അപ്പോഴങ്ങോട്ട് കൊണ്ടുവന്ന സബ്ജികളായിരുന്നു. ഇതൊക്കെ ഇരിക്കുന്നത് മട്ടറാണ്. സബ്ജികളുടെ ഇടയിൽ ദേണ്ടിയിരിക്കുന്ന പേരൊക്കെയാ. അവനെ ഒന്ന് നോക്കി, പക്ഷേ ചുമയാതുണ്ടെന്ന് മേടിച്ചില്ല. ഇനി ഞങ്ങളുടെ മാർക്കറ്റിലേക്ക് എല്ലാവരും ഒന്ന് പോയിട്ട് വന്നോളൂ.
अन्ना पालक 1 किलो ले ये काले लाल भाजी 30 पालक 30 അതിനൊന്നും ഇല്ല, धनिया मिर्चा काले നമുക്ക് വേണ്ടെന്നൊന്നും ഇല്ല. चलो चलो फिर നമുക്ക് വേണ്ടുന്ന സബ്ജികളൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. കിട്ടിയതും കൊണ്ട് നേരെ അടുത്ത കടയിലോട്ട് വന്നു. അവിടെ നമുക്ക് കാച്ചിലുണ്ടായിരുന്നു, കാച്ചിൽ കിട്ടിയിട്ടുണ്ട്. ഇതൊരു മലയാളി കടയാണ്. അങ്ങനെ നമുക്ക് 1 കിലോ കാച്ചിൽ മേടിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ്. അവിടെയും ചോദിച്ചു കപ്പയുണ്ടോന്ന്. കപ്പ അവിടെയും ഇല്ലായിരുന്നു, ഇപ്പൊ സീസൺ അല്ലെന്നാണ് അവർ പറയുന്നത്. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ വീട്ടിലേക്കുള്ള നമ്മുടെ വഴിയാണ്. ചേട്ടന്റെ ഒരു ഫ്രണ്ടിനെ കണ്ടായിരുന്നു വഴിക്ക് വെച്ചിട്ട്. അപ്പം നമുക്കൊരു ചെടിച്ചട്ടി തന്നായിരുന്നു. എന്തിന്റെ ഒരു പിന്നെ ശിവന്റെ പൂ പിടിക്കുന്ന, ശിവന് വെക്കുന്ന ഇലയാണെന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ നേരെ അത് മേളിൽ ഞങ്ങളുടെ ടെറസ് ഗാർഡനിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. എന്ത് പറ്റിയാര് എന്ത് പറ്റി എന്ത് പറ്റി? കത്ത 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 കൊക്ക് എന്ത് എന്ത് ആരാത്? ആരാ? പാപ്പയോ? കവി 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 കവി. വീട്ടിലോട്ട് വന്നപ്പോഴത്തേക്ക് ആദ്യകുട്ടനും കാർത്തികയും കൂടെ വെളിയിലെ ജനലിൽ കൂടെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവനെ കുറച്ചു നേരം കളിപ്പിച്ചിട്ട് നേരെ കിച്ചണിലോട്ട് ഓടി. നമുക്ക് പുഴുങ്ങാനുള്ള സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്ന എല്ലാം നമ്മൾ വെട്ടിയെടുത്തിട്ട് ക്ലീൻ ചെയ്തിട്ട് ഞാനും മോനിഷയും കൂടെ എടുത്ത് പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കഷ്ണങ്ങളൊക്കെ വേവുന്ന നേരത്തിന് ഞാൻ മുളക് ഉടക്കിയാണ്. ഉള്ളിയൊക്കെ ഒന്ന് തൊലി അരിഞ്ഞപ്പോൾ തന്നെ എൻ്റെ കണ്ണിൽ നിന്നൊക്കെ വെള്ളം വീണ് ഞാൻ എല്ലാം കൂടെ എടുത്തൊന്ന് ഒരു മിക്സിയിലിട്ട് 2 അടിയും കടിച്ചിട്ടുണ്ട്. പുഴുക്കിൻ്റെ കൂടെ പുളിമുളക് ആണല്ലോ ബെസ്റ്റ് കോമ്പിനേഷൻ. അതിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ്. അപ്പം ഞാനാണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ അതിനകത്ത് നല്ലതുപോലെ എടുത്ത് ഒഴിക്കുന്നുണ്ടായിരുന്നു. വെളിച്ചെണ്ണയൊക്കെ തന്നെ തണുപ്പ് കൊണ്ട് ഉറഞ്ഞു പോയായിരുന്നു. ഒന്ന് ചൂടാക്കിയ വെളിച്ചെണ്ണ അതിൻ്റെ മണ്ടയിലോട്ട് പളപളാന്നും പറഞ്ഞ് ഒഴിച്ചിട്ട് നമുക്കിനി അത് ഉപ്പൊന്ന് നോക്കിക്കൂടെ, കാരണം നമുക്കത് പൂജയ്ക്ക് വെക്കാനുള്ളതാണ്. പിന്നെ ഞങ്ങൾ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ആൻറ്റി നല്ല പട്ടുപാവാടയൊക്കെ ഉടുപ്പൊക്കെ ഇട്ടുകൊണ്ട് വന്നിട്ട് ഞങ്ങൾ വിളക്കത്തിക്കാൻ പോവാണ്. ഞാനും ഒട്ടും കുറച്ചില്ല, ഞാനും ഒരു പട്ടുപാവാട ഉടുപ്പൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ വിളക്കൊക്കെ ടെറസിലാണ് ആദ്യം ഞങ്ങൾ വിളക്ക് ഒരുക്കുന്നത്. ടെറസിൽ വന്നിട്ട് നമ്മൾ 2-3 ചട്ടികൾ വിളക്ക് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇവിടെ ഒരു തുളസിത്തറയുണ്ട്, അവിടെയും നമ്മൾ വിളക്ക് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവിടെയൊക്കെ നമ്മൾ വിളക്കൊക്കെ വെച്ചതിന് ശേഷം നമ്മൾ നേരെ താഴെ പോയിട്ട് ഞാനും മോനിഷയും അനിയനും എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും കൂടെ ചേർന്നിട്ട് നമ്മൾ വീട്ടിൽ മൊത്തത്തിൽ നമ്മൾ വിളക്കൊക്കെ വെച്ച് ഒരുക്കി. വെളിയിലും കുറേ വിളക്കൊക്കെ കത്തിച്ച് വെച്ചു. അപ്പം അപ്പുറത്തെ വീട്ടിലാരൊക്കെ നോക്കുമായിരുന്നു, ഇന്നെന്താ ദീപാവലി വല്ലതും ആണോ? അവർക്കൊന്നും അറിയത്തില്ലല്ലോ, അവരൊക്കെ ഹിന്ദിക്കാരല്ലേ, അവർക്കൊന്നും അറിയത്തില്ല ഇന്നത്തെ വിശേഷത്തിനെ പറ്റിയിട്ട്. അപ്പം നമ്മൾ അതൊന്നും ശ്രദ്ധിച്ചില്ല. നമ്മളെല്ലാം നമ്മുടെ ട്രഡീഷനൊക്കെ നമ്മൾ ഫോളോ ചെയ്യണമല്ലോ, നമ്മൾ എവിടെയാണെങ്കിലും. അപ്പം നമ്മൾ അൻവിയൊക്കെ ആണെങ്കിൽ അൻവിക്ക് ഭയങ്കര ഇഷ്ടമാണ് വിളക്ക് ഒരുക്കുന്ന കാര്യമൊക്കെ. ആദ്യക്കുട്ടനെ എടുത്തുകൊണ്ട് താണ്ട് അനിയനും നിൽപ്പുണ്ടായിരുന്നു. ഇത് എന്താ സംഭവിക്കുന്നതെന്ന് അവനെ നോക്കുമായിരുന്നു. സന്ധ്യയ്ക്ക് വിളക്കൊക്കെ വെച്ചിട്ട് വീടൊക്കെ ഇങ്ങനെ വിളക്ക് കൊണ്ട് ഒരുക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ശരിക്കും ഒരു നല്ലൊരു സുഖമായിരുന്നു മനസ്സിൽ. ഞങ്ങൾ ദാണ്ടെ വിളക്കിൻ്റെ മുമ്പിൽ നമ്മൾ പുഴുക്കൊക്കെ ഒന്ന് നേദിക്കാൻ വെച്ചിട്ടുണ്ട്. കൂടെ 2-3 പൂക്കളൊക്കെ ഇട്ട് നമ്മുടെ ചട്നിയൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് രാത്രി എല്ലാവരും കൂടെ ചേർന്നിട്ട് വട്ടത്തിലിരുന്നിട്ട് ഞങ്ങൾ പുഴുക്കൊക്കെ കഴിച്ചു. ആദ്യക്കൂട്ടന് നോക്കുന്നുണ്ടായിരുന്നു. പപ്പയ്ക്കും അമ്മയ്ക്കുള്ള പുഴുക്കുകളൊക്കെ നമ്മൾ അവർക്കൊക്കെ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ വട്ടത്തിൽ കൂടി ഇരുന്ന് അങ്ങ് കഴിച്ചു. കാർത്തികനാണെങ്കിൽ പുളിമുളക് ഒത്തിരി ഇഷ്ടമായി. അൻവിയുടെ വിചാരം ഇന്ന് ദീപാവലി ആണെന്നാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ തൃക്കാർത്തിക വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടായെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.